അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെയും സഹർ ബത്തൂലിൻ്റെയും നിക്കാഹ് ഒന്ന് കഴിഞ്ഞു കാണുവാൻ വേണ്ടിയിട്ട്. അതെ, ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട നമ്മുടെ ഷെഫി ഉസ്താദിനെ അള്ളാഹു അതാ കനിഞ്ഞരുളുകയാണ്. അതാ സഹർ ബത്തൂലുമായുള്ള ആ ഒരു ജീവിതം, ആ ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് നിക്കാഹിൻ്റെ സദസ്സിലേക്ക് അതാ നമ്മൾ പ്രിയപ്പെട്ട ഉസ്താദ് കടന്നു വരുമ്പോൾ ഉസ്താദിനോട്, അതെ ഉമ്മയോട് സമ്മതം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്കെത്തി ഉമ്മ വിതുമ്പിക്കൊണ്ടായിരുന്നു ഷെഫി ഉസ്താദ് സമ്മതം ചോദിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, പൊന്നുമോനെ, എൻ്റെ മോൻ കരയാൻ പാടില്ല. എൻ്റെ മോൻ്റെ ഇതുവരെയുള്ള കണ്ണീരിന് ഒരു അറുതിയായിക്കൊണ്ടാണ് അള്ളാഹു നിനക്ക് ഇങ്ങനെയൊരു ജീവിതം നൽകുന്നത്. പൊന്നുമോൻ കരയരുത്. അതെ, പുതിയാപ്പിള ഇറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഉമ്മ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിതുമ്പുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സ്. എൻ്റെ പൊന്നുമോൻക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യും, കരയരുത്. ഷെഫി ഉസ്താദിൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, പൊന്നുമോനെ. ഉമ്മ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിക്കുകയാണ്. പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടി നന്നാവും, ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ട്, എൻ്റെ കുട്ടി ഇറങ്ങിക്കോളി നല്ല രീതിയിൽ. അങ്ങനെ അത് തൻ്റെ ഉസ്താദിൻ്റെ അരികിലേക്കും കണ്ണീരോടെ ഷെഫി ഉസ്താദ് ചൊല്ലുന്നു, ഉസ്താദെ ഞാൻ കരയരുത് കേട്ടോ, കരയാൻ പാടില്ല. കാരണം എൻ്റെ പൊന്നുമോൻ എല്ലാ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പൊന്നുമോൻ പുഞ്ചിരിയോട് കൂടി പോകണം ഉസ്താദെ, കരയരുത്. ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് വീണവൻ പൊട്ടിക്കരഞ്ഞു. ഇല്ല, അവൻ്റെ പുറത്ത് പതുക്കെ തലോടിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു, ഉസ്താദിൻ്റെ കുട്ടിക്ക് ഉസ്താദിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. എണീക്ക് വരി, നമുക്ക് നിക്കാഹിൻ്റെ സദസ്സിലേക്ക് പോകാം. എന്നാൽ ആ കാഴ്ച കണ്ടു നിന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു പോയി. അതെ, ഉസ്താദിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ്. അല്ലാ, ഈ ജീവിതമെങ്കിലും നീ ഹയറാക്കി കൊടുക്കല്ല, അതായിരുന്നു എല്ലാവരും ദുആ ചെയ്തിരുന്നത്. അതെ, നമ്മുടെ ഷെഫി ഉസ്താദ് പുതുമണവാളനായി ഒരുങ്ങുകയാണ്. അതെ, നിക്കാഹിൻ്റെ സദസ്സിലേക്ക് പതുക്കെ നടക്കുകയാണ്. ഒരുപാട് അറബികളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് നിക്കാഹ് നടക്കുന്നത്. പ്രമുഖരായ പല അറബികളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതെ, ഷെഫി ഉസ്താദിൻ്റെയും സഹർ ബത്തൂലിൻ്റെയും നിക്കാഹ്. സഹർ ബത്തൂലിനെ മണവാട്ടിയാക്കി അണിയിച്ചൊരുക്കുകയാണ് എല്ലാവരും. അതെ, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ആ പെൺകുട്ടി വല്ലാത്തൊരു സുന്ദരിയായിട്ടുണ്ട്. മാഷാ അല്ലാ, ഒരിക്കൽ പോലും കണ്ണിന് കാഴ്ചയില്ലെന്നറിയില്ല, അവളുടെ മനോഹരമായ ആ വെള്ളാരം കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഗദ്ദാമ ഹഫ്സ പറയുന്നു, മോളെ ബത്തൂൽ, മോള് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, ഈ ഒരു വേഷത്തിൽ അസലായിട്ടുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്. അവരുടെ ആ വാക്കുകളിൽ അവൾ സന്തോഷം കണ്ടെത്തി. മനോഹരമായി അവളൊന്ന് പുഞ്ചിരിച്ചു. അതെ, പിന്നെ മോളെ, മോളുടെ മാരനെ അതാ നിക്കാഹിന് വേണ്ടി സദസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് ഒരുപാട് വലിയ അറബികളുടെ ആരവത്തോടെ ആ സദസ്സിലെത്തി. അതെ, ഷെഫി ഉസ്താദിനെ എല്ലാവരും മാറി നോക്കി. അതെ, മലയാളിയാണെങ്കിലും അറബികളെ വെല്ലുന്ന സൗന്ദര്യമുണ്ടായിരുന്നു ഷെഫി ഉസ്താദിന്. അങ്ങനെ നിക്കാഹ് കർമ്മത്തിനുള്ള തുടക്കം അതാ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ മകൾ സഹർ ബത്തൂലിനെ അതാ അത് പറയുമ്പോൾ അറബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അല്ലാ, എങ്കിലും ഷെഫി ഉസ്താദിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് അതാ നമ്മുടെ അറബി അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സഹർ ബത്തൂലിനെ ഞാൻ എൻ്റെ ഭാര്യയാക്കി ഇണയാക്കി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, തൻ്റെ കുഞ്ഞ്, അതൊക്കെയായിരിക്കും ഒരു പക്ഷേ അപ്പോഴും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലാഹ് റഹ്മാനെ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ലാ. അങ്ങനെ അതാ നിക്കാഹ് കർമ്മം പൂർത്തിയാവുകയാണ്. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു മഹർമാല, അതെ, ആ മഹർ മുന്നിൽ വെച്ചുകൊണ്ട് നിക്കാഹ് ചെയ്തു. ഇനി അത് അവളുടെ കഴുത്തിൽ അണിയിക്കുവാൻ വേണ്ടി പോകണം.
അത് ഷെഫി ഉസ്താദിൻ്റെ കൈകൾ വിറക്കുന്ന പോലെ തോന്നി. ഉമ്മ, ഉസ്താദെ, മോനെ റാഹത്തായില്ലേ, നിക്കാഹ് കഴിഞ്ഞില്ലേ, ഇനി അവളുടെ കഴുത്തിൽ ആ മാല ചാർത്തിക്കോളൂ. അങ്ങനെ അതാ പ്രിയപ്പെട്ട തൻ്റെ സഹർ ബത്തൂലിൻ്റെ റൂമിലേക്ക് ഉസ്താദ് കടന്നു ചെല്ലുകയാണ്. അതിനുവേണ്ടി എല്ലാവരും അവർക്ക് വഴിയൊരുക്കുകയാണ്. ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു, റബ്ബേ, പാവം എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണ്, എന്നെ ഒന്ന് കാണുവാനുള്ള വിധി നീ കൊടുക്കണേ അല്ല. റബ്ബേ, എന്നെ കണ്ടിട്ടില്ലല്ലോ അവള്, പാവമാണ് ആ പെണ്ണ്. ഈ ദുനിയാവ് എന്തെന്നോ അല്ലെങ്കിൽ ഭൂമി എന്തെന്നോ ആകാശം എന്തെന്നോ ഒന്നും അറിയില്ല. കുറേയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. പക്ഷേ അല്ല, അവളുടെ പ്രിയപ്പെട്ട, അവളെ മഹറണിയാക്കാൻ വരുന്ന ആ പുതുമാരൻ്റെ മുഖമൊന്ന് അവൾക്ക് കാണുവാനുള്ള ഭാഗ്യം അല്ലാ നീ ഒന്ന് നൽകിയിരുന്നെങ്കിൽ എന്ന് ഷെഫി ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു പോയി. അതാ മഹറണിയിക്കുവാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ അരികിലേക്ക് അതാ ഷെഫി ഉസ്താദ് നടന്നു പോവുകയാണ്. കൂടെ ഉസ്താദിൻ്റെ ഫാമിലിയും ഒക്കെയുണ്ട്. ഷെഫി ഉസ്താദ് ആ കാഴ്ച കണ്ട് കരഞ്ഞുപോയി. റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട് പെണ്ണത മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അല്ലാ, പുതുമണവാളനായ ഞാൻ മഹറുമായി അവളുടെ അരികിലേക്ക് എത്തുന്നത്, റബ്ബേ, അവൾക്ക് കാണുവാനുള്ള ഭാഗ്യമില്ലല്ലോ റഹ്മാനെ. ഷെഫി ഉസ്താദ് കരഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ അരികിലേക്ക് പോയത്. എന്നാൽ എല്ലാവരും ആശ്വസിപ്പിക്കുന്നു. എന്താ ഷെഫി ഉസ്താദ് ഇങ്ങനെ, നിങ്ങൾ ഇത്രമാത്രം കരയുന്ന എന്തിനാ, ഇങ്ങനെ നിങ്ങൾ കരയില്ലേ? എനിക്കെങ്ങനെ കരയാതിരിക്കാൻ കഴിയും? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച നൽകിയിരിക്കുന്നു, അതെ, ഈ ലോകത്തിലുള്ള മുഴുവനും കാണാൻ. പക്ഷെ എൻ്റെ സഹർ ബത്തൂലിന് അതില്ലല്ലോ. അല്ലാ, ഞാൻ ഓർത്തു പോവുകയാണ് റഹ്മാനെ, എൻ്റെ കാഴ്ച നീ അവൾക്ക് നൽകിയിരുന്നെങ്കിൽ. അത് പറഞ്ഞിട്ടാണ് ഷെഫി ഉസ്താദ് കരയുന്നത്. അതെ, ഞാൻ കുറേ കണ്ടില്ലേ ഈ ദുനിയാവ്. അല്ലാ, എൻ്റെ കാഴ്ച എടുത്ത് നീ അവൾക്ക് നൽകിയിരുന്നെങ്കിൽ. ഷെഫി ഉസ്താദ് വിങ്ങിപ്പൊട്ടി ദുആ ചെയ്യുകയാണ് ആ മഹർമാല കൈകളിൽ പിടിച്ചുകൊണ്ട്. മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഉമ്മയുടെ ഭാഗത്ത് നിന്ന്, മോനെ, കാഴ്ചയില്ലാത്ത പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് എന്താ മോനെ, അവളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ഹറാം അവൾ കണ്ടിട്ടില്ലല്ലോ മോനെ. എന്താ ഉമ്മ, എനിക്ക് കാഴ്ചയുണ്ട്, അവൾക്ക് കാഴ്ചയില്ലാത്തത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ. അതെ ഉമ്മ, സത്യമായിട്ടും അതെ, അവളുടെ ഭർത്താവ് പൊട്ടിക്കരയുകയാണ്. സഹർ ബത്തൂലിൻ്റെ അരികിലേക്ക് അതാ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് മഹറുമായി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മനോഹരമായ ആ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ തന്നെയല്ല, തന്നെ അവൾ കാണുന്ന പോലുമില്ല. അല്ലാ, ആ മനോഹരമായ കണ്ണുകൾക്ക് നീ കാഴ്ച നൽകിയിരുന്നെങ്കിൽ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദ് അതാ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുന്നു. അല്ലാ റഹ്മാനെ, അവളുടെ മനോഹരമായ കണ്ണുകൾക്ക് കാഴ്ച തരാൻ നിനക്ക് നിമിഷങ്ങൾ വേണ്ട. അതിനു മുമ്പ് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നിനക്കത് നൽകാൻ കഴിയുമല്ല. കാരണം ഈ ലോകവും ഈ ലോകത്തിലുള്ള മുഴുവനും പടച്ചത് നീയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആ കണ്ണൊരു കാഴ്ച നൽകാൻ റഹ്മാനെ നിനക്ക് ഒരു പണിയുമില്ല. അല്ലാ, നീ ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഷെഫി ഉസ്താദ് ഹൃദയം പൊട്ടിക്കൊണ്ടാണ് പടച്ച റബ്ബിനോട് അത് കരഞ്ഞ് പറഞ്ഞത്. ഉസ്താദ് മഹർമാലയുമായി ബത്തൂരിൻ്റെ മുമ്പിലെത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹർ ബത്തൂൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു നിമിഷം അവൾ സലാം മടക്കി. എൻ്റെ ഉസ്താദേ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ബത്തൂൽ, നിൻ്റെ കഴുത്തിൽ ഞാൻ ഈ മഹർ അണിയിക്കട്ടെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉസ്താദേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് അണിയിച്ചോളൂ. അത് ഷെഫി ഉസ്താദ് കണ്ണീരോടെ അതാ അവളുടെ കഴുത്തിൽ മഹർ അണിയിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹർ ബത്തൂൽ സന്തോഷം കൊണ്ട് പുളകിതയായി. ഉസ്താദേ. എന്നാൽ ആ നിമിഷം തന്നെ എല്ലാവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് അവളുടെ ആ കണ്ണുകളിൽ ചുംബിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വലത് കണ്ണിലും ഇടത് കണ്ണിലും ഷെഫി ഉസ്താദ്
എന്തോ ചൊല്ലി മന്ത്രിക്കുകയും ചെയ്തു, ചുംബിക്കുകയും ചെയ്തു. എല്ലാവരും ആ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ്. അതെ, വികാരനിർഭരമായ ആ നിമിഷങ്ങൾ കണ്ട് എല്ലാവരും കരഞ്ഞുപോയി. എന്തിനേറെ ഷെഫി ഉസ്താദിൻ്റെ അറബിയും ഭാര്യയും വരെ അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാഴ്ചയില്ലാത്ത പൊന്നുമോളെ ഉസ്താദ് ഏറ്റെടുത്തല്ലോ എന്നാലോചിക്കുമ്പോൾ അവർക്ക് അതിലേറെ സങ്കടം. അതെ, ഉസ്താദിൻ്റെ ചുണ്ടുകൾ ബത്തൂലിൻ്റെ ആ ഒരു കണ്ണുകളിൽ അമർന്നു. ഉസ്താദൊന്ന് അമർത്തി ചുംബിച്ചു. രണ്ട് കണ്ണുകളിലും എന്തോ ഖുർആനിലെ ഒരു വാക്യവും ചൊല്ലി. കണ്ണടച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹ് റഹ്മാനെ, ഞാൻ ഈ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എൻ്റെ ബത്തൂലിന് നീ കാഴ്ചയൊന്ന് നൽകിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം അതാ അവൾ കണ്ണുകൾ ഒന്ന് തുടയ്ക്കുന്നു. കണ്ണിനെന്തോ ഒരു ചൊറി വരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുന്നു. യാ അല്ലാഹ്, എന്തു പറ്റി? ഒരു നിമിഷം അതാ അവളുടെ മനോഹരമായ ആ കണ്ണുകളിലേക്ക് പ്രകാശം അല്ലാഹു നൽകുകയാണ്. അതെ, അവളുടെ മുഖത്ത് അതുവരെയില്ലാത്ത ഒരു പുഞ്ചിരി വിടരുന്നത് എല്ലാവരും കാണുന്നു. ആ നിമിഷം തന്നെ അവൾ ഉസ്താദിനെ വിളിക്കുന്നു. ഉസ്താദേ, എൻ്റെ ഷെഫി ഉസ്താദേ എന്ന് പറഞ്ഞ് അവളതാ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് വീഴുന്നു. ഒരു നിമിഷം എല്ലാവരും അത്ഭുതപ്പെട്ടു. അവൾക്ക് എങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഷെഫി ഉസ്താദിനെ കാണുവാൻ വേണ്ടി കഴിഞ്ഞു? അതെ, എന്നാൽ അവളുടെ ആ സ്പർശനമേറ്റപ്പോൾ ഷെഫി ഉസ്താദ് അവളെ വാരിപ്പുണർന്ന് തലോടിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ തുരുതുര ചുംബിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഷെഫി ഉസ്താദേ, എന്തൊരു വെളിച്ചമാണ് ഇവിടെ, എന്തൊരു വെളിച്ചമാണ്. അവൾ കരഞ്ഞുകൊണ്ട് അത് പറയുന്നു. ആ നിമിഷം ഷെഫി ഉസ്താദ് കണ്ണുകൾ തുറന്നുകൊണ്ട് അല്ലാഹ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ. അല്ലാഹ്, നീ എത്ര കാരുണ്യവാനാണ് ഉസ്താദേ. അതെ, അവളുടെ കണ്ണുകൾ കൊണ്ട് ഉസ്താദിൻ്റെ ആ മനോഹരമായ കണ്ണുകളിലേക്ക് അവൾ നോക്കുകയാണ്. ഒരു നിമിഷം അവിടെ കൂടിയവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദേ, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നു. അതെ, ശരിക്കും ഉസ്താദിൻ്റെ രൂപമങ്ങ് അവളങ്ങ് വർണ്ണിച്ചു കൊടുത്തു. ഉസ്താദേ, ഈ ഭൂമി ഞാൻ കാണുന്നു, ഇവിടെ ചുറ്റുപാടെല്ലാം കാണുന്നു. ഒരു നിമിഷം അവൾക്ക് ജന്മം നൽകിയ ഉമ്മയെയും ഉപ്പയെയും അവൾ തിരഞ്ഞു. അപ്പോഴേക്കും അവരങ്ങോട്ടെത്തി. പൊന്നുമോളെ. എന്നാൽ എല്ലാവരും അത്ഭുതപ്പെടുത്തുകൊണ്ട് അതാ നമ്മുടെ സഹർ ബത്തൂലിലെ കാഴ്ചകൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അത് ഖുർആൻ ഓതിക്കൊണ്ട് പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ ഷെഫി ഉസ്താദ് അതെ, പെട്ടെന്ന് തന്നെ അള്ളാഹു ഉത്തരം നൽകിയിരിക്കുന്നു. എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അതാ അവിടെ അത്ഭുതം നടന്നിരിക്കുന്നു. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു പ്രാർത്ഥന കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു ഞങ്ങളുടെ പൊന്നുമോൾക്ക് എന്നറിഞ്ഞപ്പോൾ ആ കൊട്ടാരത്തിലുള്ളവർ എല്ലാവരും വളരെയധികം ആനന്ദത്തിൽ ആറാടി. പടച്ചറബേ, വല്ലാത്തൊരു സന്തോഷം തന്നെ. അതേ, പൊന്നുമോളെ ആ പിതാവും മാതാവും കെട്ടിപ്പിടിച്ചു ഒരുപാട് ചുംബിച്ചു. പൊന്നുമോളെ, ഉമ്മ, നമ്മുടെ ഷെഫി ഉസ്താദ് ഒരിക്കലും സാധാരണക്കാരനല്ല. അല്ല, അള്ളാഹുവിൻ്റെ എന്തോ ഒരു അപാരമായ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷെഫി ഉസ്താദിന് നൽകിയിട്ടുണ്ട്. അവരെ ബഹുമാനിക്കണം നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ. എല്ലാവരും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. അതാ സഹർ ബത്തൂൽ അവൾ കണ്ണിന് കാഴ്ച കിട്ടിയ കുട്ടിയായി മാറിയിരിക്കുന്നു. റഹ്മാനെ, വല്ലാത്തൊരു സന്തോഷം തന്നെ. അതാ ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണ്ടും വീഴുന്നു. റഹ്മാനെ, പടച്ച റബ്ബേ, എൻ്റെ ഉസ്താദിൻ്റെ കഴിവ് അല്ല, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അങ്ങനെ പറ മോളെ. അള്ളാഹുവേ, നിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതെ, അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. റഹ്മാനെ, ഈ ദുനിയാവിലുള്ള അതുവരെ ഇരുട്ടിലുള്ള കാഴ്ചകളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷെഫി ഉസ്താദ് അവളെ വീണ്ടും കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഒരുപാട് ചുംബിച്ചു.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷമായില്ലേ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷമായിക്കണം അല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഷെഫി ഉസ്താദ് നെക്കായി കഴിക്കണതും ബത്തൂലിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നതും നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചതാണ് അല്ലേ? ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. ബത്തൂലിനെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടണേ, പെട്ടെന്ന് നിക്കാഹ് നടത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് മാഷാ അല്ലാ ഇന്ന് നടന്നിട്ടുള്ളത് അല്ലേ? എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായാലും ഇന്ന് എനിക്ക് ലൈക്ക് ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? നിങ്ങളെനിക്കിന്ന് ലൈക്ക് തരും, ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ ചെയ്യണേ. പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് തീർക്കട്ടോ എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. പിന്നെ എൻ്റെ ഉസ്താദ് അല്ലെങ്കിൽ എൻ്റെ ഉസ്താദിൻ്റെ ഹൂറി എന്നുള്ള സ്റ്റോറി അതിൽ വിടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാട്ടോ. ഞാനത് നിർബന്ധിക്കല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 10-13 മിനിറ്റൊക്കെ ഞാനത് വിടണുള്ളൂ. ഇൻഷാ അല്ലാ ടൈം ഉണ്ടെങ്കിൽ കേട്ടോലെ കേട്ടോ. എന്തായാലും ഉസ്താദിൻ്റെ കഥ അല്ലേ, നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ വിടുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. അതായത് എന്തൊക്കെ തന്നെയാലും ഉസ്താദ് എന്നൊക്കെ വെച്ചാൽ അവർ നിസ്കാരവും ഖുർആൻ പാരായണം ദീനി ചിട്ടയിലൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരമായിട്ട് ആർക്കെങ്കിലൊക്കെ അങ്ങനെ നല്ലൊരു ഇത് തോന്നുകയാണെങ്കിൽ വിചാരിച്ചിട്ടാണ് അതിൽ വിടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ കേൾക്കാൻ പറ്റിയ കഥയാണത്. ഉസ്താദിൻ്റെയൊക്കെ പലർക്കും ഈ കാലത്ത് ഉസ്താദിനെ ഇഷ്ടമല്ല, ആർക്കും ഒരിക്കലും ഇഷ്ടമല്ല. അവർക്കൊക്കെ ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്നവരാണ് ഇഷ്ടം. പക്ഷേ ഉസ്താദുമാരെ കല്യാണം കഴിച്ചാൽ വളരെയധികം റാഹത്താണ് കേട്ടോ. നല്ല സ്നേഹവും സമാധാനവും എല്ലാം ഉണ്ടാവും. പിന്നെ അവർക്ക് ദീനിയായ അറിവും ഉണ്ടായതുകൊണ്ട് നമ്മളൊരിക്കലും ബുദ്ധിമുട്ടാക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കൾക്കും സ്വാലിഹായ ഭർത്താക്കന്മാരെ നൽകട്ടെ. അതുപോലെ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ആൺമക്കൾക്ക് പെണ്ണ് കിട്ടാത്തതായിട്ടുണ്ട്, അവർക്കൊക്കെ നല്ല സ്വാലിഹായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നെന്തായാലും നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെയും ബത്തൂലിൻ്റെയും നിക്കാഹ് കഴിഞ്ഞ് ബത്തൂലിൻ്റെ കാഴ്ച തിരിച്ച് അള്ളാഹു നൽകി കിട്ടി. എന്തൊക്കെ തന്നെയാലും എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കഥ, എനിക്ക് അറിയാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുടെയും പൊറുക്കണം കേട്ടോ. നിങ്ങൾ എന്നെക്കാളും അറിവുള്ളവരൊക്കെ ആയിരിക്കും. എന്നാലും എൻ്റെ ചിലപ്പോൾ ഞാൻ ഉറക്കത്തിലൊക്കെ അങ്ങനെ പറയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങളൊക്കെ മാറിപ്പോവും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക പരസ്പരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ റബ്ബേ. ഇന്നും ഉണ്ടൊരു പെൺകുട്ടി ബൈക്കിൽ നിന്ന് ബൈക്കും ലോറിയിൽ കൂട്ടിയിടിച്ചിട്ട് റബ്ബേ ആ കുട്ടി മരണപ്പെട്ട്. റഹ്മാൻ, നമ്മുടെ മക്കളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. പഠിച്ചവൻ, എൻ്റെ പൊന്നും മോളും ഒക്കെ ഹസ്ബൻഡായാലും നമ്മളെ ഫാമിലിത്തെ എല്ലാവരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്, ബൈക്കിലൊക്കെ. അള്ളാഹുവേ, മക്കളും ഭർത്താക്കന്മാരും ആങ്ങളന്മാരും അല്ലാഹു റഹ്മാനെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. എന്തായാലും ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.